കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അടിപൊളി വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. അല്പം മധുരവും പുളിയും എരിവും ഉപ്പും എല്ലാം ചേർന്ന പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയുന്ന ആ സൂപ്പർ വിഭവം അതിൻ്റെ പെർഫെക്റ്റ് രീതിയിൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയൂ. ഇഞ്ചിപ്പുളി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചിയും കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയുടെ തോലൊക്കെ കളഞ്ഞ് നമുക്കത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ എളുപ്പത്തിന് ഒരു ചോപ്പറിലിട്ടിട്ടങ്ങ് ചോപ്പ് ചെയ്തെടുത്തു കേട്ടോ. ചെറുതായിട്ടൊക്കെ കൈ പിടിച്ച് അരിഞ്ഞെടുക്കുമ്പം സമയം കുറേ പോവില്ലേ, അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചോപ്പറിലിട്ട് കഴിഞ്ഞാൽ ഇഞ്ചിപ്പുളിക്ക് ആവശ്യമുള്ള ഇഞ്ചി റെഡിയായി കിട്ടും. വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം എന്ന് പറയുന്നത് നമ്മൾ ഇഞ്ചി വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വറുത്ത് കിട്ടാൻ, അല്ലെങ്കിൽ ഇത് തയ്യാറാക്കി വരുമ്പോൾ ഇങ്ങനെ ഇഞ്ചി കടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കടിക്കുമ്പം കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കൂടെ കുറച്ച് പച്ചമുളകും കൂടി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി ഇട്ടിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇഞ്ചി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ചിലരൊക്കെ വലിയ പീസുകളാക്കിയിട്ട് എണ്ണയിൽ വറുത്ത് കോരി എടുത്തിട്ട് മിക്സിയിലൊന്നിട്ട് പൊടിച്ചെടുക്കുന്നത് കാണാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതേപോലെയാണ് ചെയ്തെടുത്തത്. കുറച്ച് എണ്ണയിൽ നന്നായിട്ട് വറുത്തെടുക്കണം. ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുത്താൽ ഇഞ്ചി ഈ എണ്ണയിൽ തന്നെ കിടന്ന് വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കുമ്പോൾ ടേസ്റ്റി ആയിട്ടുണ്ടാവുക. നന്നായിട്ട് വറുത്തെടുക്കണം. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഓൾ എന്ന ഓപ്ഷനും പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇതേപോലെ നല്ല ബ്രൗൺ കളറായിട്ട് വറുത്ത് വന്നു, കണ്ടില്ലേ? വേണമെങ്കിൽ നമുക്കിതിന്ന് കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. അതും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. എല്ലാം കൂടി ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കളറിന് വേണ്ടിയിട്ട് സിമ്മിലിട്ടിട്ട് വേണം, പൊടിയൊന്നും കരിയണ്ട. കുറച്ച് മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകിന് നല്ല എരിവുണ്ട് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ചേർത്തു. ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ, ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തു. അതിന് ശേഷം നമുക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി കുതിർത്തെടുത്ത് അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല പുളിയുള്ളതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പുളിയിഞ്ചി എന്നാണല്ലോ ഇതിൻ്റെ പേര് തന്നെ. അപ്പോൾ നന്നായിട്ട് കുതിർത്ത് അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകമായിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കി അരിച്ചെടുക്കണം. ഇത് കുറച്ച് ലൂസായി പോയിട്ടോ. കുറച്ച് തിക്കായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ലൂസായതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എനിക്ക് തിളപ്പിച്ച് വറ്റിക്കേണ്ടി വന്നു. പുളിവെള്ളവും ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതൽ വെള്ളമായതുകൊണ്ട് കേട്ടോ. കുറച്ചാണെങ്കിൽ നമുക്ക് ഇത്ര സമയം വേണ്ട. എന്നാലും തിളച്ച് വറ്റി വരുമ്പോൾ അതിൻ്റെതായ കളറും സ്വാദും ഒക്കെ കിട്ടും. അപ്പോഴാണ് പുളിയിഞ്ചിക്ക് നല്ല കളറൊക്കെ ഉണ്ടാവുക. ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുത്തേക്കണേ. ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അത് ചേർത്തു. പുളിയും ഒരല്പം കൂടി ഞാൻ ചേർത്തു കേട്ടോ. എനിക്ക് കുറച്ചധികം വേണം തോന്നി. തിളച്ചത് വറ്റി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? എണ്ണയൊക്കെ തെളിഞ്ഞ് നോക്കൂ, കളറൊക്കെ ആയിട്ട് വരുന്നത്. സിമ്മിലിട്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കുറച്ച് ക്ഷമയോടെ ചെയ്യണം കേട്ടോ, എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് പുളിയിഞ്ചി കിട്ടുള്ളൂ. കുറച്ച് സമയം കൂടി വെച്ചിരുന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഞാനിത് താളിച്ചിട്ടില്ല, അതും കൂടി താളിച്ചിട്ടു കേട്ടോ. കുറച്ച് തണിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്.